എല്ലാവർക്കും കുക്ക്ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചക്കക്കുരു സീരീസിലെ 5ാമത്തെ റെസിപ്പിയാണ് ചക്കക്കുരു കട്ട്ലറ്റ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 30 ചക്കക്കുരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 വിസിൽ വരെ വേവിച്ചിട്ട് അതിൻ്റെ ഹാർഡായിട്ടുള്ള തൊലി മാത്രം കളഞ്ഞിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ സവോള അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം കൂടി ചോപ്പ് ചെയ്തതാണ്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7-8 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, ഒരു കോഴിമുട്ട, ബ്രെഡ് ക്രംസ്. ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ റസ്ക് പൊടിച്ചത് അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത്. ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ബ്രെഡ് എടുത്ത് ചെറിയ ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം പാനിലിട്ടൊന്ന് ചൂടാക്കി, അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു. എക്സ്പയറി ഡേറ്റ് കഴിയാറായിട്ടുള്ള ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങൾ മതി. പക്ഷെ ഞാൻ 2 ആൾക്കാരെയും കൂടി ചേർക്കുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും. പൊട്ടറ്റോ ഞാൻ ബോയിൽ ചെയ്തതാണ് കേട്ടോ, ഉപ്പൊന്നും ഇടാതെ കുക്കറിൽ വേവിച്ചെടുത്താണ്. ക്യാരറ്റ് ചുമ്മാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ആദ്യം നമുക്ക് ചക്കക്കുരു ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ഒഴിക്കരുത്, വെറുതെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റൊന്നും ആവരുത്. ഈ ഒരു പരുവാണ് വേണ്ടത്. ഇടയിൽ ചെറിയ ചെറിയ കഷ്ണം ചക്കക്കുരു ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഇനി പൊട്ടറ്റോ ഉപ്പിടാതെ കുക്കറിൽ വേവിച്ചതാണ്. ഇത് 2 ചെറിയ പൊട്ടറ്റോ ആണുള്ളത്. ഇത് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം പോകുമ്പോൾ നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. ക്ഷമിക്കുക, സവാള ചേർക്കണ ഭാഗത്ത് വീഡിയോ ഒന്ന് പോസായി പോയിട്ടോ. ഇതൊരു പിങ്ക് കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ചേർത്തപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, അത് ആവശ്യത്തിന് ചേർത്തോളൂ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതൊരു 1.5 മിനിറ്റോളം സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ചക്കക്കുരു ഒഴിവാക്കിയിട്ട് ഇതെല്ലാം കൂടി ചേർത്താൽ മതി. പിന്നെ ഗ്രീൻ പീസ് വേവിച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച പൊട്ടറ്റോയും ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരുവിധം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് മിക്സാക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഒരുപാടിട്ട് കുഴയ്ക്കണ്ട കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കുക. അതായത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി 2 കൈയിലും കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ പരട്ടിയതിന് ശേഷം ഈ മിക്സ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ആക്കി കൊടുക്കുക. കുറച്ച് കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജസ്റ്റൊക്കെ ഇതുപോലെ മറ്റേ കൈ വെച്ചിട്ടൊന്ന് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി കൊടുക്കുക.
ഇതുപോലെ എല്ലാ കട്ട്ലറ്റും ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഓരോ കട്ട്ലറ്റായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ മുട്ടയിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. മുട്ട കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഒരു ബൗളിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് തികച്ച് വേണ്ട, അത്യാവശ്യം ഈ ഒരു മുട്ടയുടെ കൺസിസ്റ്റൻസി കിട്ടുന്ന പോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലൂസായിട്ട് ഒരു മാവ് ഉണ്ടാക്കുക. അത് ഇതുപോലെ മുട്ടയ്ക്ക് പകരമായിട്ട് അതിൽ നമ്മൾ കട്ട്ലറ്റ് മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക. ഇതാ ഞാനെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് കേട്ടോ. ചിലപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പുറത്ത് നന്നായി മുരിഞ്ഞിരിക്കും, അകത്ത് വേവാതെയാവും. അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബേണറിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഹീറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ പുറത്ത് വേഗം ക്രിസ്പിയായി പോവും. അപ്പോൾ നമ്മൾ വേഗം പുറത്തേക്ക് എടുക്കും, പക്ഷെ കഴിക്കാൻ നേരത്ത് നോക്കുമ്പോൾ ഉള്ളിൽ വേവാതെയാവും. അപ്പോൾ നിങ്ങളുടെ ബേണറിനനുസരിച്ചിട്ട് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒരു സൈഡ് ഇട്ട് ആദ്യം തന്നെ കുറേ നേരം ഇട്ട് ഫ്രൈ ചെയ്യരുത്. നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒരു 1.5 മിനിറ്റ് ആകുമ്പോൾ നെക്സ്റ്റ് സൈഡിലേക്ക് മാറ്റിയിടണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടുക. അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഫസ്റ്റ് ബാച്ച് കട്ട്ലറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് മാറ്റാം. ഇനി ബാക്കിയുള്ള കട്ട്ലറ്റ് കൂടി ഫ്രൈ ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, ചക്കക്കുരു വെച്ചിട്ട് ഒരു അടിപൊളി കട്ട്ലറ്റാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.